ഒക്ടോബർ 9, 10 തീയതികളിലായി ചേന്നമംഗലം പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാ ശാസ്ത്രോത്സവം സമാപിച്ചു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രത്തെ നമ്മുടെ മക്കളിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരിടമായി മാറേണ്ട കാലം കൂടിയാണ്. ശാസ്ത്രമാണ് നമ്മുടെ മുന്നിലെ എല്ലാ മാറ്റങ്ങൾക്കും ഇന്ന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം എത്താത്ത ഇടങ്ങൾ ഇന്നിപ്പോ പുതിയ ഓരോ ദിവസവും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ടാണ് ചൊവ്വ ഗ്രഹത്തിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. ചൊവ്വയെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കുടുംബങ്ങൾക്കകത്ത് കല്യാണം നടക്കാതിരുന്നതും ചൊവ്വയുടെ പേര് പറഞ്ഞാണ്. ആ ചൊവ്വയിലേക്ക് മനുഷ്യരെത്തിക്കഴിഞ്ഞു. മനുഷ്യന്റെ ശാസ്ത്രത്തിന്റെ വളർച്ചയും അതിന്റെ ഭാഗമായി ചൊവ്വയിലെത്ത് ജീവന്റെ തുടിപ്പുണ്ട് എന്ന് ശാസ്ത്രം ബോധ്യപ്പെടുത്തുന്നു. ചേന്നമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VU ശ്രീജിത്ത് അധ്യക്ഷനായി. AEO നിഖില ശശി, PTA പ്രസിഡന്റ് അഗസ്റ്റിൻ ആലപ്പാട്ട്, BPC പ്രേംജിത്ത്, മീതൈൻ നൈന, വിമൽ വിൽസന്റ്, ജോയിന്റ് കൺവീനർ ഹെഡ്മാസ്റ്റർ AA അജയൻ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ പ്രിൻസിപ്പാൾ സുനിത രാമചന്ദ്രൻ വിശേഷങ്ങൾ പങ്കുവച്ചു. പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയായിട്ടുള്ള പറവൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. 3 വേദികളിലായാണ് മത്സരങ്ങളെല്ലാം നടന്നത്. AEO മാഡം നിഖില ഇവിടെയുണ്ട്. മാഡം ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും നേതൃത്വവും നൽകി. ഈ മേളയുടെ ജനറൽ കൺവീനർ എന്നുള്ള നിലയിൽ ഞാനാകാവുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ സഹപ്രവർത്തകരായ മാസ്റ്റർ അജയൻ സാറിനോടൊപ്പം ഞങ്ങളുടെ പാലിയം സ്കൂൾ PTA പ്രസിഡന്റ് അഗസ്റ്റിൻ ആലപ്പാടോടൊപ്പം ഒക്കെ ചെയ്യാനായി സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അധികം തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ 2 ദിവസത്തെ ഈ മേള ഭംഗിയായി തന്നെ നടന്നു എന്നുള്ള വിശ്വാസമാണ്. മേളയിൽ വിജയികളായ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സ്കൂളുകൾക്കെല്ലാം തന്നെയും ഇന്ന് സമാപന സമ്മേളനത്തിൽ ട്രോഫികൾ നൽകുകയും ചെയ്തു. പറവൂർ ഉപജില്ലയിലെ 80 സ്കൂളുകളിൽ നിന്നും 3000-ലേറെ കുട്ടികൾ ശാസ്ത്രോത്സവത്തിൽ പങ്കാളികളായി. ചേന്നമംഗലം പാലിയം സ്കൂൾ, പുത്തമ്പേലിക്കര VDS HS സ്കൂൾ, ഗോതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ എന്നിവയും മറ്റു വേദികളായിരുന്നു. ഓരോ വിഭാഗത്തിലും വിജയികളായ വിദ്യാലയങ്ങൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.